പിന്നെ നമ്മൾ ഫോർത്ത് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഏതാണ് പഠിച്ചത്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് അല്ലേ? അതായത് ഒരു ചാർജ് ഒരു സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ചുറ്റും അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. അതിൻ്റെ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പം ആ രണ്ട് ചാപ്റ്ററും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡി ആയിരുന്നു. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി. അത് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഓംസ് ലോയെ, അതുപോലെ ജൂൾസ് ലോയെ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡിവൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തേർഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, തേർഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് കറണ്ടിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്ന ഒരു ഡാനിഷ് പ്രൊഫസർ ആയിരുന്നു. ഇദ്ദേഹം 1820 ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു ക്ലാസ് റൂം ഡെമോൺസ്ട്രേഷൻ, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഒരു കറണ്ട് കടന്നു പോകുന്ന വയറിനടുത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അദ്ദേഹം നടത്തിയ ഫർദർ എക്സ്പെരിമെന്റുകളിലാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഏത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനും അതിന് അടുത്തുള്ള ഒരു മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു മാഗ്നറ്റിക് നീഡിലിനെ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ് മാഗ്നറ്റിക് ഫോഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. Then Oersted concluded that a moving charge or current produces magnetic field in the surrounding space. This led to the birth of electromagnetism. അപ്പോൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അതോടെ മനസ്സിലായി. അങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നൊരു ബ്രാഞ്ച് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇതിലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് ഡിസ്കവേർഡ് ദാറ്റ് മൂവിംഗ് ചാർജസ് ഓർ കറന്റ്സ് produce a magnetic field in the surrounding space. The direction of magnetic field depends on the direction of current. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ അനുസരിച്ചാണ്. അതിനായിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മൂന്ന് ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ടോ? ആദ്യത്തേനകത്ത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്, അതിന് ചുറ്റും എങ്ങനെയാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് ആദ്യത്തേനകത്ത് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഓരോന്നും പറയാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ലോങ് കറണ്ട് ക്യാരിങ് വയർ. ഇപ്പൊ കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഈ വയർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദി പേപ്പർ. അതായത് ഇതൊരു പേപ്പറാണ്, നിങ്ങളുടെ നോട്ട്ബുക്ക് ആണെങ്കിൽ ആ നോട്ട്ബുക്കിൽ നമ്മൾ പേന അല്ലെങ്കിൽ ഒരു സൂചി കുത്തി നിർത്തിയാൽ എങ്ങനെ, ആ ഡയറക്ഷനിലാണ് ഇവിടെ വയർ നിൽക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എ റിംഗ് ഓഫ് കോമ്പസ് നീഡിൽ സറൗണ്ട്സ് ദി വയർ. അപ്പൊ ഇതിന് ചുറ്റും എന്താണ് കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിംഗ് ആയിട്ട് കുറെ കോമ്പസ് നീഡിൽസ് വെച്ചിരിക്കുകയാണ്. ഇനി ഈ നീഡിലിന്റെ ഓറിയന്റേഷൻ ആണ് ഇനി പറയുന്നത്. ആദ്യത്തെ ഫിഗറിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് എമർജസ് ഔട്ട് ഓഫ് ദി പേപ്പർ. കറണ്ട് താഴെ നിന്ന് മുകളിലേക്ക് പോവുകയാണ്, അതാണ് ഔട്ട് ഓഫ് ദി പേപ്പർ. പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ വയർ വെച്ചിരിക്കുന്നത്. അപ്പൊ ഔട്ട് ഓഫ് ദി പേപ്പർ ആണ് കറണ്ട് പോകുന്നതെങ്കിൽ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ നിൽക്കും. ഇതിൽ ഈ ഡാർക്ക് ആയിട്ടുള്ള നോർത്ത് പോളാണ്. നോർത്ത് പോളെല്ലാം ഇങ്ങനെ ആണ് നിൽക്കുന്നത്. ഇനി തിരിച്ച് നമ്മൾ കറണ്ട് ഡയറക്ഷൻ മാറ്റി ബുക്കിനകത്തേക്ക് അല്ലെങ്കിൽ പേപ്പറിനകത്തേക്കാണ് കറണ്ട് പോകുന്നതാണെങ്കിൽ അതാണ് ഇൻഡു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓറിയന്റേഷൻ മാറി. കണ്ടോ, ഇതെന്ന് വെച്ചാൽ നോർത്ത് പോള് ആന്റി ക്ലോക്ക് വൈസ്, ഇവിടെ ആണെങ്കിൽ നോർത്ത് പോള് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി അതേ വയറിന് ചുറ്റുമായിട്ട് കുറെ അയൺ പൗഡർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തതിൽ കണ്ടക്ടറിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോർത്ത് പോള് പോകുന്നത്. രണ്ടാമത്തെ കേസിൽ ഇൻറ്റു ദി പേപ്പർ ആണ്.
അപ്പോൾ അവിടെ നോർത്ത് പോൾ തിരിച്ചാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എല്ലാ നോർത്ത് പോളും അലൈൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത് അയൺ ഫില്ലിങ്സ് ആ വയറിന് ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ ഇതാണ്ട് ഇത് റിങ് പോലെ അറേഞ്ച് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഡാർക്കൻഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നീഡിലിന്റെ നോർത്ത് പോളിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കറണ്ട് ഇൻറ്റു ദി പേപ്പറും ഔട്ട് ഓഫ് ദി പേപ്പറുമാണ്. ആദ്യത്തെ ഫിഗറിൽ ഔട്ട് ഓഫ് ദി പേപ്പർ ആണ്, അതുകൊണ്ട് ഡോട്ട് കൊടുക്കണം. എമർജിങ് ഔട്ട് ഓഫ് ദി പേപ്പർ. അടുത്തത് കറണ്ട് ഗോയിങ് ഇൻറ്റു ദി പേപ്പർ ആണ്, അത് ഇൻറ്റു മാർക്ക് കൊടുക്കണം, അഥവാ ക്രോസ് മാർക്ക് കൊടുക്കണം. ഇത്രയാണ് ഇതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓൾസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കറണ്ടും ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിസം തമ്മിൽ വളരെ സ്ട്രോങ് റിലേഷൻ ആണ് ഉള്ളതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. അടുത്ത് നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ചാർജ് ആണ്. എവിടെ ഒരു ചാർജ് ഉണ്ടോ, സ്റ്റേഷനറി ആയിട്ടുള്ള ചാർജ് എവിടെ ഇരുന്നാലും അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ സ്റ്റാറ്റിക് ചാർജ് Q is the source of electric field. അതുപോലെ മൂവിങ് ചാർജസ് ഓർ കറണ്ട്സ്, മൂവ് ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ കറണ്ട് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇൻ അഡീഷൻ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ വെക്റ്റർ ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ആണ്. അപ്പൊ മൂവിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആണ്, വെക്റ്റർ ഫീൽഡ് ആണ്. ഇറ്റ് ഒബേസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെവറൽ സോഴ്സസ് ഈസ് ദ വെക്റ്റർ അഡിഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സോഴ്സ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെവറൽ സോഴ്സസ് ഈസ് ദി വെക്റ്റർ അഡിഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ സോഴ്സസ്. അപ്പോൾ ഒന്നിലധികം മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സുകളുണ്ട്. അപ്പോൾ ഓരോ സോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ടോട്ടൽ ഫീൽഡ് കാണാൻ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്തോ അതുപോലെ അപ്ലൈ ചെയ്ത് ഇവിടെ വെക്റ്റർ സം കാണണം. ഇനി അടുത്തത് ഫോഴ്സിനെ കുറിച്ച് പറയാം. അതായത് സാധാരണ ഒരു ചാർജ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. ഇനി അതേ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ B ആണ് സിമ്പൽ കൊടുക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ B വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്, അവിടെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫോഴ്സ് വരും. അതേ ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. അത് Q × V × B ആണ്. ഇത് കണ്ടുപിടിച്ചത് ലോറൻസ് ആണ്. ലോറൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ലോറൻസ് ഫോഴ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ടോട്ടൽ force acting on a charge Q moving with velocity V in presence of both electric field and magnetic field is called Lorentz force. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു സ്ഥലത്തുണ്ട്, അവിടെയാണ് ഒരു ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഈ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് F electric plus F magnetic. That is total force equals QE plus Q × V × B. ഇതാണ് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം മാഗ്നറ്റിക് ഫോഴ്സ് എന്നോ അല്ലെ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് F = Q × V × B ആണ്. അപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് F = QE ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് ഈ ഫോഴ്സിന്. എന്നാൽ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് കുറിച്ച് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കാം. F = Q × V × B അല്ലെ F = QVB sin θ ആണ് അല്ലെ. ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് VB sin θ വന്നത്. വേർ θ is the angle between V and B. അപ്പം ഈ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? Qവിനെ, V, B, അതുപോലെ θ, മൂന്ന് കാര്യങ്ങളെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിലുള്ള ഫോഴ്സും പോസിറ്റീവ് ചാർജിലുള്ള അതേ വാല്യൂ ഉള്ള പോസിറ്റീവ് ചാർജുള്ള ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഫോഴ്സ് F = QVB sin θ.
അപ്പൊ തീറ്റ എന്നൊരു ടേമിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ സെയിം ഡയറക്ഷനിലാണ് ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആയിരിക്കും. അപ്പൊ തീറ്റ 0 ആണ്. അതുപോലെ ആന്റി പാരലൽ ആയിട്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ തീറ്റ 180 ആണ്. ഈ രണ്ട് കേസിലും ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് 0 ആയിരിക്കും. കാരണം സൈൻ 0 ആണ്. ഇനി എപ്പോഴാണ് മാക്സിമം? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ തീറ്റ അവിടെ 90 ഡിഗ്രി ആയിരിക്കും. ആ സമയത്ത് മാക്സിമം വരും. ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, വെക്റ്റർ പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇപ്പൊ ബി ക്രോസ് ബി ആണെങ്കിൽ ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഡയറക്ഷൻ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. But direction of magnetic force is perpendicular to both velocity and magnetic field. Its direction is given by screw rule or right hand rule. Right hand rule ഉപയോഗിച്ചാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് 0 ഇഫ് ചാർജ് ഈസ് നോട്ട് മൂവിങ്. ചാർജ് മൂവ് ചെയ്യാതിരുന്നാലും അവിടെ ഫോഴ്സ് ഒന്നുമില്ല. Only a moving charge feels a magnetic force. അപ്പോൾ F0 ന് രണ്ട് സിറ്റുവേഷൻ കണ്ടു. മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ചാർജ് മൂവ് ചെയ്താൽ അവിടെ ഫോഴ്സ് 0 ആണ്. മറ്റൊന്ന് ചാർജ് മൂവ് ചെയ്യാതിരുന്നാൽ വെലോസിറ്റി 0 ആയാൽ അപ്പോഴും എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് 0 ആണ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് സിമ്പിൾ ബി ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഇക്വേഷൻ F = QVB sin θ. അതിനകത്ത് sin θ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നു. സോ B = F/QV. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ക്യൂവിന്റെ യൂണിറ്റ് കൂളോം ആണ്, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് പെർ കൂളോമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെസ്ല. നിക്കോള ടെസ്ല. സൈലന്റ് ആയിട്ട് ആണ് സാധാരണ പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടെസ്സ. അപ്പൊ നിക്കോള ടെസ്സ എന്നുള്ള ഒരു എഞ്ചിനീയർ ആണ് മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ച് ഒത്തിരി എന്താണ് ഡിസ്കവറീസ് ഒക്കെ നടത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് അറിയപ്പെടുന്നത്. ടി ആണ് സിമ്പൽ. ടെസ്ല ഈസ് എ ലാർജ് യൂണിറ്റ്. അതിന്റെ സ്മാളർ യൂണിറ്റ് ആണ്, പക്ഷെ SI യൂണിറ്റ് ആയിട്ടല്ല അത് ഉപയോഗിക്കുന്നത്. ഗോസ് ഒരു ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ CGSലാണ് അത് യൂസ് ചെയ്യുന്നത്. 1 ഗോസ് എന്ന് പറയുന്നത് 10⁻⁻⁴ ടെസ്സയാണ്. 1G സിമ്പിൾ ക്യാപിറ്റൽ G ആണ് 10⁻⁴T. അതുപോലെ എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് അറിയാമല്ലോ. അതിന്റെ വാല്യൂ ഉണ്ടോ? വളരെ ചെറുതാണ്. 3.6 × 10⁻⁵T ഉള്ളൂ. ഇത്ര ചെറുതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് കറണ്ട് ക്യാരി കണ്ടക്ടർ. ഈ യൂണിറ്റിലെ ആദ്യത്തെ ഡെറിവേഷൻ ആണിത്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. Q ചാർജ് V വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്താൽ അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതിനെ നമ്മൾ ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് F = Q × V × B. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കറണ്ട് ക്യാരി. നമുക്ക് കൂടുതലായിട്ട് യൂസ് വരുന്നതെന്ന് വെച്ചാൽ ചാർജ് ഒറ്റയ്ക്ക് മൂവ് ചെയ്യുന്നതല്ല നമ്മൾ എടുക്കുന്നത്, അല്ലേ? കണ്ടക്ടറിലൂടെയൊക്കെ ചാർജസ് ഫ്ലോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്നിരിക്കട്ടെ. B മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഈ പറഞ്ഞ കണക്ക് ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഈ കണ്ടക്ടറിന്റെ ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് N ആണെന്ന് എടുക്കുക. അതുപോലെ യൂണിഫോം ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത് L ആണ്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ചാർജിന്റെ എണ്ണം എന്ന് പറയുന്നത് NaL. കാരണം N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ചാർജസ് പെർ യൂണിറ്റ് വോളിയം. ഏരിയയും ലെങ്തും അറിയാമെങ്കിൽ വോളിയം A × L ആണ്. അപ്പോൾ ടോട്ടൽ ചാർജസ് എന്ന് പറയുന്നത് ഈ ഫുൾ വോളിയത്തിലുള്ളത് NaL. അങ്ങനെ ഒരു ചാർജ് Q ആണെങ്കിൽ ടോട്ടൽ ചാർജ് NaLQ ആണ്. അപ്പം നമ്മുടെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷനിൽ Qവിന്റെ സ്ഥാനത്ത് നമ്മൾ NaLQ കൊടുക്കുന്നു. ഈ സാധാരണ കണ്ടക്ടറിലൂടെയൊക്കെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് വിളിക്കുന്നത്. V കൊടുത്തിട്ട് നമ്മൾ താഴെ ചെറുതായിട്ട് സഫിക്സ് ആയിട്ട് D കൊടുക്കണം. അത് വെലോസിറ്റി VD ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് B. ഇനി നമ്മൾ തേർഡ്
യൂണിറ്റിനകത്ത് പഠിക്കുന്നുണ്ട്. കറണ്ട് ത്രൂ എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എൻ എ വി ഡി ഇൻറ്റു ക്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഭാഗത്ത് എൻ ഉണ്ട്, എ ഉണ്ട്, വി ഡി ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ എൽ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ നമുക്ക് എടുത്താൽ അവിടെ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഐ ഇൻറ്റു എൽ ക്രോസ് ബി. കറണ്ട് സ്കെയിലാർ ആയതുകൊണ്ട് അതിന് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലെങ്തിനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി. ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഇപ്പം കണ്ടോ, ഇതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്താൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്. അല്ലെങ്കിൽ എഫ് ഇസിക്കൽ ടു ഐ എൽ ബി സൈൻ തീറ്റ, വേർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ മാക്സിമം ഫോഴ്സ് അനുഭവപ്പെടുന്ന എപ്പോഴായിരിക്കും? ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുമ്പം ഐ എൽ ബി കിട്ടും. കാരണം സൈൻ 91 ആണ്. എപ്പോഴാണ് മിനിമം വരുന്നത്? എഫ് മിനിമം. രണ്ടും ഒരേ ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ തീറ്റ 0 ആണ്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ എളുപ്പമുള്ള ഒരു ഡെറിവേഷനാണ്. 2 മാർക്സിനൊക്കെ സാധാരണ, ചിലപ്പം 3 മാർക്സിനും ചോദിക്കാറുണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ, അതായത് തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, അത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒന്ന് പിടിക്കുക. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലെ 3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുന്നു. ഏതൊക്കെ ഫിംഗേഴ്സ് ആണ്? ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഇസിക്കൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലാണ് എഫ് ഇസിക്കൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. അപ്പം അവിടെ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷനാണ്, റിസൾട്ടിന്റെ ഡയറക്ഷനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എൽ ക്രോസ് ബി അല്ലെങ്കിൽ വി ക്രോസ് ബി. അത് രണ്ടുമാണ് ഈ പറഞ്ഞ മിഡിൽ ഫിംഗറും ഫോർ ഫിംഗറും ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യും, മിഡിൽ ഫിംഗർ അഥവാ സെൻട്രൽ ഫിംഗർ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് പോകുന്നത് കണ്ടക്ടറിലൂടെ അല്ലേ, അപ്പൊ കണ്ടക്ടറിന്റെ ലെങ്ത് തന്നെയാണ് കറണ്ടിന്റെ നമ്മളിവിടെ ഡയറക്ഷൻ ആയിട്ട് എടുക്കേണ്ടത്. അപ്പം ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സെൻട്രൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ തമ്പ് വിൽ ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. Stretch the forefinger, middle finger and thumb of left hand in 3 mutually perpendicular directions, such that forefinger in the direction of magnetic field, middle finger in the direction of current, then the thumb gives the direction of force. ഇനി നമ്മുടെ ആദ്യത്തെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ക്യൂ എഫ് ഇസിക്കൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണെങ്കിൽ ഇവിടെ കറണ്ടിന് സ്ഥാനത്ത് വെലോസിറ്റി വെക്ടർ എടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഈ ഒരു റൂള് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ കേസാണ് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ തന്നെയാണ് കറണ്ട് പോകുന്നതായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ക്ലിയർ ആയല്ലോ.